ഹായ് ഓൾ, പോട്ടി ട്രെയിനിങ് സീരീസാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തൊട്ട് മുന്നത്തെ സീരീസിൽ എൻ്റെ ജേണിയും അതോടൊപ്പം തന്നെ കുഞ്ഞിൽ ഞാൻ കണ്ടെത്തിയ ക്യൂസ് എന്താണെന്നും അതിനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തെടുത്ത അവനായിട്ടുള്ളൊരു കംഫർട്ടബിൾ എൻവയോൺമെൻറ്റ് എന്തായിരുന്നു എന്നുമാണ് ഞാൻ ഇത്രയും നേരത്തെ വീഡിയോസിൽ സംസാരിച്ചത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഈ പോട്ടി ട്രെയിനിങ് ജേണിയുടെ ഇടയ്ക്ക് ഞാൻ ചെയ്തിട്ടില്ലാത്ത മിസ്റ്റേക്സിനെ പറ്റിയിട്ടാണ്. ആദ്യത്തേത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും നേരത്തെ തുടങ്ങാൻ ട്രൈ ചെയ്തിട്ടില്ല. ആക്ച്വലി ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ 9 മാസം ആയപ്പോഴേ പോട്ടി വാങ്ങിയ ആളാണ്. പോട്ടിയൊക്കെ വാങ്ങി വെച്ചിരുന്നെങ്കിൽ അവൻ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി ഉടനെ അതെടുത്ത് ഷെൽഫിൽ വെച്ച ആളുമാണ്. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഹസ്ബൻഡിനോട് പറയായിരുന്നു വാങ്ങേണ്ടിയിരുന്നില്ല, അവൻ എനിക്ക് തോന്നുന്നില്ല അവൻ്റെ പോട്ടി ട്രെയിനിങ് എങ്ങനെയാവും എന്നൊക്കെ ഡൗട്ട് അടിച്ചിരുന്ന ഒരു പാർട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും എനിക്ക് തോന്നിയില്ല അവനെ പിടിച്ച് നിർബന്ധിച്ചതിൽ ഇരുത്തണം എന്നോ അങ്ങനെ ഒന്നും ഞാൻ ട്രൈ ചെയ്തിരുന്നില്ല. 9 മാസത്തിൽ തന്നെ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാനും ഞാൻ വിചാരിച്ചില്ല. അവൻ പിന്നെ ഓരോ ക്യൂസ് കാണിച്ചു തുടങ്ങി, അവൻ ഇതിനോടൊരു ബാത്റൂം ശ്രദ്ധിച്ചു തുടങ്ങി, അവൻ ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് ഓരോ കാര്യങ്ങൾ കാണിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ വീണ്ടും ഈ ഷെൽഫിൽ വെച്ചിരുന്ന പോട്ടി വീണ്ടും തിരിച്ചെടുത്ത് താഴെ വെച്ച് അവനെ ശ്രദ്ധയിൽപ്പെടുത്തി തുടങ്ങിയത്. അപ്പോൾ നേരത്തെ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള പേരൻസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ചില കുട്ടികൾ നേരത്തെ ആയി എന്ന് വെച്ചിട്ട് അതിന് പുറകെ പോകാതിരിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പോട്ടി ട്രെയിനിൽ ഇരുത്തണമല്ലോ, അപ്പോൾ നേരത്തെ കൂട്ടി അവനെ ഇരുത്തി അല്ലെങ്കിൽ കുഞ്ഞിനെ ഇരുത്തി ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ അവർക്ക് നോർമലായിട്ട് പോയി ഇരുന്ന് എണീക്കേണ്ട ഒരു സിറ്റുവേഷൻ ആവുന്നതിന് മുന്നേ അവരെ ഫോഴ്സ് ചെയ്ത് അങ്ങനെ ഇരുന്ന് പോയിട്ട് എണീറ്റാൽ മതി അല്ലെങ്കിൽ ഇരിക്കണം എന്നുള്ള ഇതിൽ ഇരുത്താതിരിക്കുന്നതാണ് നല്ലത്. അവർക്കൊരു പ്രഷർ തരുവാണ്. ആക്ച്വലി സൈക്കാട്രിസ്റ്റ് എന്നോണം ഫ്രോയിഡൊക്കെ പറയുന്ന അനുസരിച്ച് നമ്മൾ കുറേ കമ്പൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഏനൽ ഒരു സ്റ്റേജസ് ഉണ്ട്, ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഓരോ ഡെവലപ്മെൻറ്റിൽ ഓരോ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതിൽ പ്രഷറൈസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓക്കെ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിലും ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇടയ്ക്ക് നമുക്ക് എന്നും റെഗുലാരിറ്റി ഒന്നും കുഞ്ഞിൻ്റെ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ചില ദിവസങ്ങളിൽ അവൻ പോട്ടിയിൽ പോകും, 2 ദിവസം കഴിയുമ്പോൾ പോട്ടിയിൽ പോകുന്നുണ്ടാവില്ല. അപ്പോഴത്തേക്കും പണിഷ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. കാരണം ഒരു ദിവസം പോയില്ല എന്ന് വെച്ചിട്ട് എന്താണ് ഈ പോവാത്തത് എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ പൊന്നെ അടുത്ത വട്ടം പറയണം കേട്ടോ, നമുക്ക് ട്രൈ ചെയ്യാം, അങ്ങനെ ഒരു രീതിയിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഓക്കെ സാരമില്ല പോട്ടെ എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ പോട്ടി എടുത്തുകൊണ്ട് വരുന്നതിന് മുന്നേ ആൾ സ്റ്റൂൾ പാസ് ചെയ്തിട്ടുള്ള ദിവസങ്ങളുണ്ട്. അത് കുറേ തന്നെ ദിവസങ്ങൾ. നാലാമത്തേത്, വേറെ കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കാൻ. നമുക്കറിയാം, നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, ഇഷ്ടം പോലെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. അതായത് ചിലരുടെ കുട്ടികൾ 6 മാസം ആകുമ്പോഴേ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ചിലർ 9 മാസത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ചിലർ 1 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ഇതുപോലെ 1.5 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കമ്പയർ ചെയ്ത് ഓരോ കുഞ്ഞിനും ഓരോ ടൈം ഉണ്ട്, അവരത് എടുത്ത് ഡെവലപ്പ് ചെയ്ത് വരട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മേ ബി നമ്മൾ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഇതിന് മുന്നും പറഞ്ഞിരുന്നു, ഫോഴ്സ് ചെയ്ത് ചെയ്യേണ്ട ഒന്നല്ല പോട്ടി ട്രെയിനിങ്. അത് അവരുടെ സമയത്തിനനുസരിച്ച് അവർ അഡ്ജസ്റ്റായി വന്നാൽ ആ ജേർണി നമുക്കും എളുപ്പമായിരിക്കും അവർക്കും എളുപ്പമായിരിക്കും. ഇനി ഏറ്റവും അവസാനത്തെ, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട സാധനമാണ്. അതായത് നമുക്ക് പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടോ നമുക്കിത് കംപ്ലീറ്റ്ലി അവരെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അത് മനസ്സിൽ ഉറപ്പിച്ച് വേണം നമ്മളൊരു പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു ഇങ്ങനെ 1.5 വയസ്സിലൊക്കെ ആൾ പോട്ടി ട്രെയിനിങ് സെറ്റ് ആവും എന്നുള്ളതൊന്നും ഒരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്ത ആളാണ് ഞാൻ. പക്ഷേ എന്നിട്ട് പോലും ഞാൻ പറഞ്ഞ പോലെ റുട്ടീൻ അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൂടി അവൻ ഏകദേശം 3 മാസത്തോളം എടുത്തു അതുമായിട്ട് സെറ്റായിട്ട് വരാൻ. അവൻ അതിനോട് ആക്സെപ്റ്റ് ചെയ്ത് അവൻ്റെ എല്ലാ റുട്ടീൻസും നമ്മളോട് തിരിച്ച് സംസാരിച്ച് പറയാനായിട്ട് തന്നെ 3 മാസത്തോളം എടുത്തു. 15 മാസത്തിൽ തുടങ്ങി ഞാൻ ഇപ്പോൾ 18ാമത്തെ മാസത്തിലാണ് ഞാൻ ഈ കോൺഫിഡൻ്റ് ആയിട്ട് ഈ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാൻ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടാൽ സന്തോഷം. ഈ വീഡിയോ കേൾക്കുന്നവർ ഏതെങ്കിലും പേരിൽ ഇങ്ങനെ ഒരു വീഡിയോ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ഇനി അടുത്തൊരു സീരീസ് വഴി ഞാൻ വരുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും പോട്ടി ട്രെയിനിങ്ങിനെ പറ്റി ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സജസ്റ്റ് ചെയ്യുക, കമൻസിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, ബൈ.